കരിമണലിനായി ഇന്ത്യൻ റെയർ എർത്ത് സ്വന്തം ഗ്രാമത്തെ കാർന്നു തിന്നുമ്പോൾ ദിവസങ്ങളായി സമരം ചെയ്യുന്ന ആലപ്പാട്ടുകാർക്ക് പറയാൻ ഇത്രമാത്രം: ജനിച്ച മണ്ണിൽ തന്നെ മരിക്കണം. അതിനാണ് ഈ സമരം. മത്സ്യബന്ധനവും കൃഷിയുമായിരുന്നു ഞങ്ങളുടെ ഉപജീവന മാർഗം. കരിമണൽ ഖനനം മുറുകിയപ്പോൾ കര മുഴുവൻ കടൽ കൊണ്ടുപോയി. ഇതോടെ ഞങ്ങളുടെ കൃഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഇനിയും മൗനം പാലിച്ചാൽ ആലപ്പാട് എന്നത് ഓർമ്മ മാത്രമായി മാറും. ആലപ്പാട് ഗ്രാമത്തിന് വേണ്ടി എന്തിന് സമരം ചെയ്യണമെന്ന് പറയുന്നവരോട് സ്വന്തം ജീവിതം ചൂണ്ടി ചന്ദ്രദാസ് ചേട്ടൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയാണ്. കാരണം എന്ന് പറയുന്നത്, ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് മത്സ്യബന്ധനം, കൃഷി, ഇത് രണ്ടുമാണ് ഞങ്ങളുടെ പൂർവികർ ഞങ്ങളെ തിരിച്ചേൽപ്പിച്ചിട്ട് കടന്നുപോയത്. ആ ഞങ്ങളുടെ ഭൂമി നഷ്ടപ്പെട്ടു. ഭൂമി നഷ്ടപ്പെട്ടതോടുകൂടി തന്നെ ഞങ്ങളുടെ കൃഷി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. ഞാൻ ജീവിക്കുന്ന സ്ഥലത്ത് പനക്കട പാടം എന്ന് പറയുന്നത്, അവിടെ നല്ല രീതിയിൽ നെല്ല് വിളയുന്ന, ഒരു കിലോമീറ്റർ ദൂരമുള്ള, ഒരു 3 കിലോമീറ്റർ വീതിയുള്ള ഒരു ഭൂപ്രദേശം മൊത്തം പാടമായിരുന്നു. ആ പാടം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ, ഞങ്ങളുടെ കൃഷിയിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ വരുമാനമാണ് അവിടെ നഷ്ടമായത്. പിന്നെ ഒന്നെന്ന് പറയുന്നത് ഈ ഭൂമിയാണ്. ഭൂമിയിലെന്ന് പറയുന്നത് നാളികേരത്തു നിന്ന് കിട്ടിയ ആ സമ്പത്ത്, അത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു, എല്ലാം കടലിൽ പോയപ്പോഴത്തേക്ക്. പിന്നെ അതിനോടൊപ്പം ഞങ്ങളുടെ മത്സ്യബന്ധന രീതി, അതൊരു വലിയ ഘടകമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിന്. ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കമ്പവല എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അത് 2 കരയിൽ നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ, അത് 90 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ഇതിനിടയ്ക്ക് പ്രായമുള്ളവർക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മത്സ്യബന്ധന രീതിയായിരുന്നു. അത് നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഒരു പരിധിവരെ ഞങ്ങളുടെ കുട്ടികളൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് പഠിച്ചിരുന്നു. മുതിർന്നവരെന്ന് പറയുന്നത് മക്കളുടെ അടുത്തോ ബന്ധുക്കളുടെ അടുത്തോ കൈ നീട്ടാതെ അവർക്ക് കഴിയാൻ ഉള്ള ഒരവസ്ഥയുണ്ടായിരുന്നു. അതെല്ലാം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. ഇതാണ് ഈ ഭൂമി നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾ. അയ്യാരിയുടെ ഖനനം മൂലം എങ്ങനെയാണ് ഈ മണ്ണ് ഒലിച്ചു പോകുന്നത്? അയ്യാരിയുടെ ഖനനം മൂലം എന്ന് പറയുന്നത്, അയ്യാരി ആയിരുന്നാലും KMML ആയിരുന്നാലും ഏത് കമ്പനി ആയിരുന്നാലും കാണിക്കുന്നത് ഈ ഖനനത്തിൻ്റെ നിയമം പാലിച്ചുകൊണ്ടല്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രദേശത്തുനിന്ന് മണൽ വളരെ ഭീമാകാരമായ രീതിയിൽ തുരന്നെടുക്കുമ്പോൾ ഈ കടലിൻ്റെ ആവാസ വ്യവസ്ഥ അനുസരിച്ച് ആ കടൽ സ്വാഭാവികമായിട്ട് അവിടുന്ന് എടുക്കുന്ന മണൽ വേറെ പ്രദേശത്തുനിന്ന് കൊണ്ടുചെന്ന് ഡിപ്പോസിറ്റ് ചെയ്യും. അതാണ് കടലിൻ്റെ ഒരു പൊതു സ്വഭാവം. പ്രത്യേകിച്ചെന്ന് പറയുന്നത്, ഈ അറേബ്യൻ സമുദ്രമെന്ന് പറയുന്ന കേരളത്തിൻ്റെ തീരത്ത് അടിക്കുന്ന ഈ തിരയ്ക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. കാരണം ഇത് ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു കിടക്കുന്ന പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തെക്ക് ഭാഗത്ത് കുഴിക്കുമ്പോൾ വടക്ക് ഭാഗത്തുനിന്ന് സ്വാഭാവികമായിട്ട് മണൽ അങ്ങോട്ട് പോകുന്നു. ഈ കടലാക്രമണത്തിലാണ് ഭൂമി പോയതെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ 1947 മുമ്പാണ് കൊല്ലത്ത് ലൈറ്റ് ഹൗസ് സ്ഥാപിതമായത്. ആ സ്ഥാപനം അവിടെ ഉണ്ട്. ആ 47 മുമ്പാണ് ആലപ്പുഴയിൽ കടൽപ്പാലം നിർമ്മിച്ചത്. ആ കടൽപ്പാലം നിർമ്മിച്ചത് എവിടെയാണോ അവിടെ ഇന്നും അത് സ്ഥിതി ചെയ്യുന്നു. ഇതിനിടയ്ക്കുള്ള പ്രദേശമാണ് ഈ പറയുന്ന ഖനന മേഖല. ആ ഖനന മേഖലയുടെ വടക്കുവശം കിടക്കുന്ന ആലപ്പാട് പഞ്ചായത്തിൽ ഇത്രയും 20,007 ഏക്കർ ഭൂമി പോയി എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 60 വർഷം കൊണ്ടാണ്. അതിൻ്റെ 10-1 ഭൂമി ഇപ്പോൾ ശേഷിക്കുന്നില്ല, അതിൽ കുറവാണ്. അപ്പോൾ ഖനനം മൂലം തന്നെയല്ലേ അത് നഷ്ടപ്പെട്ടത്? അതാണ് ഞങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു തെളിവെന്ന് പറയുന്നത്. ഞങ്ങളുടെ ആവശ്യം ഇത് നിർത്തുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് നിർത്തിയാൽ ഒരു പൊതുമേഖലാ സ്ഥാപനമല്ലേ അത് പ്രവർത്തിക്കേണ്ടത് രാജ്യരക്ഷയ്ക്ക്, രാജ്യത്തിൻ്റെ സുരക്ഷിതത്തിന് ഒക്കെ ആവശ്യമല്ലേ? ഞങ്ങൾ തിരിച്ചൊന്ന് ചോദിക്കുന്നു, ഈ പറയുന്ന ഈ കമ്പനി കൊണ്ട് ഇതുവരെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി അവരെന്തൊക്കെ ചെയ്തു? രാജ്യരക്ഷയ്ക്ക് വേണ്ടി അവർ ഖജനാവിലേക്ക് ഈ കമ്പനിയുടെ ലാഭത്തിൻ്റെ എത്ര കോടി രൂപ ഈ ഖജനാവിലേക്ക് അടച്ചു? അത് ഞങ്ങളുടെ ഒരു ചോദ്യം. അത് പൊതുസമൂഹത്തോട് അവർ ഉത്തരം പറയട്ടെ. അത്
അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ നിന്ന് ആലപ്പാട് പഞ്ചായത്തിൽ നിന്ന് ഈ ഖനനം നടത്തുമ്പോൾ ആലപ്പാട് പഞ്ചായത്തിലുള്ള ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഇവരെന്തൊക്കെ ചെയ്തു അത് ഈ പൊതുസമൂഹത്തോട് പറയട്ടെ. പിന്നെ ഇവരുടെ പഠന റിപ്പോർട്ട് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഈ കായലിന് കിഴക്കുവശത്ത് അയണിവേലി കുളങ്ങരയിൽ കരിമണലിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് കമ്പനി തന്നെ അവകാശപ്പെടുന്നു. ആദ്യം അവിടെ ചെയ്യുക, അല്ലാതെ ഈ മണൽ ബണ്ട് പോലെ കിടക്കുന്ന ഈ ബണ്ടിനകത്ത് ചെയ്യുമ്പോൾ ഇത് സംഭവിക്കാൻ പോകുന്ന ആലപ്പാടിന് മാത്രമല്ല കേരളത്തിന് മൊത്തത്തിലാണ്. ആ കേരളത്തിന് മൊത്തത്തിൽ എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അതും വിശദീകരിച്ച് തരാം ഞങ്ങൾ. ഇപ്പം ഏകദേശം ഈ 71 ദിവസം സമരമായി. സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. ജില്ലാ ഭരണകൂടവും വന്നിട്ടില്ല, പഞ്ചായത്തും വന്നിട്ടില്ല. പഞ്ചായത്തിൽ 16 വാർഡാണുള്ളത്. ആ 16 വാർഡിൽ 3 BJP, 6 UDF, 7 LDF. അപ്പോൾ ഭരണം സ്വാഭാവികമായിട്ട് LDFിൽ നിക്ഷിപ്തമായി. അപ്പോൾ ഈ 9 പേരെടുക്കുന്നത് തീരുമാനങ്ങൾ അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഈ 7 പേരെടുക്കുന്ന തീരുമാനം പ്രാവർത്തികമാകുന്നു. ഇവർ ഒരൊറ്റ ഒരു കാര്യം ചെയ്താൽ മതി, ഈ മേഖലയിൽ ഖനനം പാടില്ല എന്ന് ഒരു റെസല്യൂഷൻ പാസ്സാക്കിയാൽ മതി. അത് അവർ ചെയ്യുന്നില്ല. അവർ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങളല്ല പറയേണ്ടത്, ജനങ്ങൾ പറയണം. എന്തുകൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു സമരം 71 ദിവസമായിട്ട് നടക്കുന്ന ഈ സമരം ഇവിടുത്തെ ജനപ്രതിനിധികൾ കാണാതെ പോകുന്നത്, അല്ലെങ്കിൽ ജനപ്രതിനിധികൾ അതിനോട് പ്രതികരിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് പൊതുസമൂഹമാണ് അവരോട് ചോദിക്കേണ്ടത്. ഞങ്ങളല്ല അതിനുത്തരം പറയേണ്ടത്.